അങ്ങനെ വിയന്നയോട് വിട പറഞ്ഞ് ഓസ്ട്രിയൻ കൺട്രി സൈഡിലേക്ക്. ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പ്. ന്യൂയോർക്ക്, ലണ്ടൻ, വിയന്ന പോലുള്ള വലിയ നഗരങ്ങൾ ഇഷ്ടമാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു സോണിലെത്തുന്നത് എപ്പോഴും ആളൊഴിഞ്ഞ ഇതുപോലുള്ള കൺട്രി സൈഡിലാണ്. എന്തുകൊണ്ടാണിത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ വളരെ ശാന്തമായ ഒരു ഗ്രാമത്തിൽ ജനിച്ചത് കൊണ്ടായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓസ്ട്രിയൻ റോഡ് ട്രിപ്പ് ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എന്താ ഭംഗിയുള്ള സ്ഥലം. ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണത് ആറ്റസി എന്ന് പറഞ്ഞ ലേക്കിൻ്റെ തീരത്ത് കൂടെയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ മലനിരകൾക്ക് മുമ്പിലായിട്ട് ഒരു വലിയ ലേക്ക്, ചുറ്റും കുഞ്ഞു കുഞ്ഞു വീടുകൾ, കുറേ പൂക്കൾ. എൻ്റെ പറയാൻ എന്താ ഭംഗി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ തുടങ്ങിയതാണ്. പക്ഷേ എൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒഫീഷ്യലി എന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു ഭംഗിയാണ്, എനിക്ക് പറയാൻ വാക്കില്ല. ചെറിയ തണുപ്പുണ്ട്. ആക്ച്വലി ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ജാക്കറ്റ് ഞങ്ങൾ ലോണ്ടറി ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇടാനുള്ള കുറച്ച് മടിയുണ്ട്. പക്ഷേ ഈ ഭാഗം, ഈ ഒരു ഏരിയ, റിയ പറഞ്ഞത് ജസ്റ്റ് സ്റ്റാർട്ട് മാത്രമാണെന്നാണ്. സ്റ്റാർട്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ വരാൻ പോണ കാഴ്ചകളൊക്കെ എന്തായിരിക്കും. നമ്മൾ ആക്ച്വലി റോഡ് സൈഡിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ദൂരേക്കുള്ള ഒരു കയറ്റത്തിൽ വണ്ടി കൊണ്ട് നിർത്തി ബ്രേക്ക് ചെയ്താണ് റിയ സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ എൻജോയ് ചെയ്തിരിക്കണേ. ഇനിയും റിയ പറഞ്ഞത് കുറച്ചും കൂടി മുകളിലോട്ട് വലിയൊരു മൗണ്ടൻ്റെ മുകളിൽ നമുക്ക് ഈ ലേക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് എവിടെയാണ് പോയി കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ. ആറ്റസിയുടെ തീരത്തൂടെ ഞങ്ങൾ കാർ ഓടിച്ചുകൊണ്ടേയിരുന്നു. എവിടെ നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം. ചെറിയ പൂക്കൾ നിറഞ്ഞ പുൽപ്പരപ്പ്, മാനം മുട്ടി നിൽക്കുന്ന മൗണ്ടൻസ്. ഇതിനു മുമ്പ് ഇതുപോലൊരു കാഴ്ച നമ്മൾ കണ്ടത് നോർവേയിലായിരിക്കും. അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഒരു വലിയ മല കയറാനുണ്ട്. മല കയറുന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ശരിക്കും അടിപൊളിയാണ്. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ എത്തിയേക്കാണ്. ഇതിൻ്റെ പേര് ഷാഫ്ബർഗ് റെയിൽ എന്നാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു ട്രെയിനാണ്. അത് ചുമ്മാ ഗ്രൗണ്ട് ലെവലിൽ പോകുന്ന ട്രെയിനല്ല. ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മൗണ്ടൻ്റെ മുകളിലോട്ട് പോകുന്ന ഒരു ട്രെയിനാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ താഴേക്കുള്ള മൊത്തം വ്യൂവും കാണാൻ പറ്റുന്നതാണ് റിയ പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ലേക്കിൻ്റെ തീരത്താണ് താഴെ. അപ്പോൾ അത് ഈ ലേക്ക് മൻ്റെ തീരത്തായിട്ട് ചെറിയൊരു ടൗണൊക്കെ ഉണ്ട്. ഒരു ലൈറ്റ് ഹൗസ് പോലെ ഒരു സാധനം കാണുന്നത്. ലൈറ്റ് ഹൗസ് അല്ലാതാണ്, ഒരു പള്ളിയുടെ ഒരു വലിയൊരു സ്ട്രക്ചറുണ്ട്. അത് കണ്ടുപിടുന്ന എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തണുപ്പുണ്ട്. എന്തായാലും മുകളിൽ പോയി എൻജോയ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഒപ്റ്റിമിസ്റ്റിന്റെ പര്യായമായി മാറിയേക്കാണ് ട്രിപ്പ് കപ്പിൾ എന്നാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാം എങ്ങനെ ഞങ്ങൾ മേക്ക് ചെയ്യും എന്നുള്ളത്. ഞങ്ങളിപ്പോൾ ആ ലേക്കിൻ്റെ അടുത്ത് പോയി ലേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സഞ്ജുനോട് പറഞ്ഞു, സഞ്ജു 2:50 ഇത് നമ്മൾ ലേക്ക് കണ്ടിട്ട് അവിടെ നിന്ന് 45 മിനിറ്റ് ഉണ്ട്. 2:50 ട്രെയിൻ പോണേ. നമ്മൾ കറക്റ്റ് എത്തണം. നോക്കിക്കഴിഞ്ഞപ്പോൾ കയ്യിൽ 5 മിനിറ്റും പിടിച്ചോണ്ട് ഞങ്ങളിവിടെ വരെ എത്തി പാർക്ക് ചെയ്തു. ജാക്കറ്റൊക്കെ എടുത്ത് വലിച്ചിട്ടു. കൊച്ചിനെ ഉടുപ്പിടിച്ചിട്ടില്ല. കൊച്ചിൻ്റെ ഒരു തുണി മുതച്ചിവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായി. മലയുടെ ഇടയിലൊക്കെ ആയി കഴിയുമ്പോൾ തണുപ്പായി. ആൻഡ് ഈ ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു മൗണ്ടൻ്റെ മുകളിൽ പോയി അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ചും എന്താ പറയുന്നത്, ഇങ്ങനെ കുറേ ഫോട്ടോസിലും കുറേ വീഡിയോസിലും ഒക്കെ ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് അങ്ങോട്ട് എത്തണേന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ച കാർ ഓടിച്ച് അവിടെ എത്തുമായിരിക്കും എന്നുള്ള. പക്ഷേ അല്ലാണ്ട് നമ്മൾ കയറണമെങ്കിൽ 20-25 മണിക്കൂറിന് ഹൈക്കുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പം നമുക്ക് ട്രെയിനിൽ നല്ല കംഫി ആയിട്ട് വാമായിട്ട് ഇരുന്ന് അവിടോട്ട് എത്താം. ആൻഡ് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അത് നിങ്ങൾ സർപ്രൈസ് ചെയ്യും. അങ്ങനെ മല കയറി ട്രെയിൻ ഓട്ടം തുടങ്ങി. ഈ ഷോട്ട് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ക്യാമറ ആംഗിൾ ചെരിഞ്ഞിരിക്കുന്നതെന്ന്. ക്യാമറയുടെ ചെരിവല്ല, ഈ ട്രെയിൻ മല കയറുന്നത് 26% ഇംഗ്ലണ്ടിലാണ്. ഇന്നാ പിടിച്ച ഒരു ബെറ്റർ എക്സാമ്പിൾ.
നമ്മൾ മെല്ലെ മൗണ്ട് ഷാഫ്ബർഗിൻ്റെ ട്രീ ലൈനിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്. 130 വർഷത്തിലേറെ പഴക്കമുള്ള ഷാഫ്ബർഗ് മൗണ്ടൻ റെയിൽ റോഡ് വെറും 35 മിനിറ്റ് കൊണ്ടാണ് മൗണ്ട് ഷാഫ്ബർഗിൻ്റെ സമ്മിറ്റിലെത്തുന്നത്. What could we see from the highest height? What good are wings if I'm afraid to fly? All of the tremors that I have inside. ഞങ്ങൾ മൗണ്ട് ഷാഫ്ബർഗിൻ്റെ മുകളിലുള്ള സ്റ്റേഷനിലെത്തി. സമ്മിറ്റിലേക്ക് ഒരു ചെറിയ ഹൈക്കുണ്ട്. ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ റിയ ഇവിടെ നിന്നുള്ള കാഴ്ചയെപ്പറ്റി എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്ന കാഴ്ച ഇതായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. റിയ പറഞ്ഞ പോലെ ഒരു ടോട്ടൽ സർപ്രൈസ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കുറേ വ്യൂസൊക്കെ കണ്ട് തിരിച്ചു വന്നേക്കാണ്. നമ്മൾ ട്രെയിൻ കയറി ഇവിടെ എത്തുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ ഇന്നത്തെ സ്ഥലത്തോട്ട് നമ്മൾ പോകണമെന്നുള്ളത്. എനിക്കാണെങ്കിൽ സീറോ ഐഡിയ ആയിരുന്നു. ഒരു അടിപൊളി സ്പോട്ടാണ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്രക്കില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പല ട്രിപ്പുകളും നടക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ല. റിയ മൊത്തം പ്ലാൻ ചെയ്ത് വയ്ക്കും. എനിക്ക് എപ്പോഴും സർപ്രൈസ് ആണ്. റിയക്കുള്ള എപ്പോഴും കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയക്ക് സർപ്രൈസസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ട്രിപ്പെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തിട്ട് റിയക്കിവിടെ വരാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഓരോ സ്ഥലങ്ങളിലോട്ട്. അപ്പോൾ എന്തായാലും വേറെ ലെവലായിരുന്നു. നമ്മൾ വണ്ടി ട്രെയിൻ ഇവിടെ മുകളിൽ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ വാക്ക് ചെയ്ത് ഓരോ സ്ഥലത്തോട്ട് ഒരു വലിയ 2-3 മൗണ്ടൻസിൽ കിട്ടുന്ന കുറച്ച് ഹൈക്സ് ഉണ്ട്. ഒച്ചായിട്ട് വരണാൽ നമുക്ക് കണ്ട് ചെയ്താൽ പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്ന് തന്നെ കുറേ ഹൈക്ക് ചെയ്ത് അവർ എത്തണ പോയിൻ്റൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് അതിനേക്കാൾ അടിപൊളിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഹൈക്ക് പോകേണ്ടതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഹോട്ടൽസൊക്കെ ഉണ്ട് മുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ വന്ന് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ അതിന് നല്ല ഓപ്ഷൻസ് ഉണ്ട്. നല്ല ചായയും കാപ്പിയുടെ ഒക്കെ പടം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജാക്കറ്റ് ഇടണം മുകളിലേക്ക് വരാൻ വേണ്ടി. ഞങ്ങളെപ്പോലെ അണ്ടർ ഡ്രസ്ഡ് ആയിട്ട് ഒരിക്കലും വരരുത്. മുകളിൽ വന്ന് കഴിയുമ്പോൾ താഴത്തേക്കാളും ഓൾമോസ്റ്റ് 5-6 ഡിഗ്രി തണുപ്പ് കൂടുതലാണ്. അപ്പോൾ ഞാൻ കിടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇക്കുവിനും ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഒരു പുതപ്പ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. വെച്ച് പുതപ്പിച്ചാണ് നടന്നിരുന്നത്. ഡ്രോൺ ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയി കഴിയുമ്പോൾ ഭയങ്കര കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ പൊതിഞ്ഞ് കെട്ടിയിട്ട് ബാഗും വെച്ച് മൂടി വെച്ചേക്കായിരുന്നു അങ്ങനെ. പക്ഷെ നല്ല ഷോർട്സ് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി. ഇക്കൊന്നും പട്ടിണിയല്ല അറിയാം. ഇക്കൊന്നും കഴിച്ചിട്ടില്ല. ഇക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് വെക്കണം. ലെറ്റ്സ് ഗോ. സോ ഇതുപോലത്തെ റെയിൽവേസ് അറൗണ്ട് ദ വേൾഡിൽ ഇത് എന്നെ സർപ്രൈസ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഊട്ടിയിലോട്ട് പോകുന്ന ട്രെയിൻ ഇതുപോലത്തെ ടെക്നോളജിയിൽ വർക്ക് ആവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലോകത്തിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജസിലൊന്നായ ഹാൽസ്റ്റാറ്റിലേക്കാണ്. ഹാൽസ്റ്റാറ്റ് മാത്രമല്ല, ഓസ്ട്രിയയിൽ അധികമാരും കടന്നു ചെല്ലാത്ത ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കൺട്രി സൈഡ് എന്ന് അവകാശപ്പെടാവുന്ന കുറച്ച് ഹിഡൻ ട്രഷേഴ്സ് തേടിയാണ്
കാഴ്ചകൾ മിസ്സാവാതിരിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓസ്ട്രിയൻ ഉൾനാട്ടിലേക്കുള്ള യാത്ര തുടരും.